നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹായജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആറാട്ടുപുഴ കലാപ്രവാഹിനി പബ്ലിക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. വാർത്തകൾ വിശദമായി. നായാട്ടുകുണ്ട് കാരിക്കടവ് പുഴയിൽ മുങ്ങിമരിച്ച വലിയകത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് മകൻ നസീബിന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. രണ്ടു കുടുംബത്തിന്റെ അത്താണിയാണ് നസീബിന്റെ ദാരുണ മരണത്തോടെ നഷ്ടപ്പെട്ടതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് SYS ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ ഏറിയാട് പറഞ്ഞു. തൃശൂർ സോൺ പ്രസിഡന്റ് അഷ്റഫ് സയ്യിദി അധ്യക്ഷത വഹിച്ചു. സദറുദ്ദീൻ കോടാലി, ഷഫീഖ് സഖാഫി, ശിഹാബ് സഖാഫി, അനീസ് ഹസൻ, റഷീദ് പാന്തോടി, ഹബീബ് സഖാഫി, അബൂബക്കർ ചൊക്കന, സൂഫിയാൻ കോടാലി തുടങ്ങി മുസ്ലിം ജമാഅത്ത്, SYS, SSF നേതാക്കൾ നേതൃത്വം നൽകി. സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മാമ്പ്ര സ്വാഗതവും സർക്കിൾ പ്രസിഡന്റ് ഷരീഫ് പത്തുകുളങ്ങര നന്ദിയും പറഞ്ഞു. തോട്ടത്തിൽ നിന്ന് തടികൾ മുറിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ ഹാരിസൺ കമ്പനി പുഴയിൽ പാറക്കല്ലുകൾ കൊണ്ട് നടപ്പാത ഉണ്ടാക്കിയിരുന്നു. ഇതിനിടയിലൂടെ വെള്ളം ഒഴുകാൻ 2 സിമന്റ് കുടലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അവ പുഴയുടെ ഉള്ളിലായതിനാൽ പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അടിയൊഴുക്കിൽപ്പെട്ട് പ്രസ്തുത കുഴലിനകത്ത് അകപ്പെട്ടാണ് നസീബ് മരണപ്പെട്ടത്. അനധികൃതമായി നിർമ്മിച്ച പാലം ആവശ്യം കഴിഞ്ഞിട്ടും 2 വർഷമായി പൊളിച്ചു മാറ്റാതിരുന്ന നിരുത്തരവാദ സമീപനത്തിന്റെ ഇരയായി മാറുകയായിരുന്നു നസീബ്. മരണപ്പെട്ട് കബറടക്കി 24 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു സമരത്തിന് മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം നേരത്തെ ഇവിടെ പരാമർശിപ്പിക്കപ്പെട്ടു. എന്താണ് ഹാരിസൺ മലയാളം കമ്പനി എന്ന് പറയുന്ന ഈ എസ്റ്റേറ്റ് കമ്പനി? ആ കമ്പനിക്കുള്ളിലെ മരങ്ങൾ മുറിച്ചു മാറ്റി ആ മരങ്ങൾ കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇവിടത്തെ മുപ്പിയം പുഴയുടെ മുകളിൽ അവർ ഓവുചാലുകൾ. പൊലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ, പുതുക്കാട് CDS ചെയർപേഴ്സൺ അമ്പിളി ഹരി, കൊടകര ബ്ലോക്ക് കൃഷി വകുപ്പ് ADE ഡോക്ടർ S സ്വപ്ന എന്നിവർ സംസാരിച്ചു. കേരള വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ 19 കേസുകൾ പരിഹരിച്ചു. ആകെ 61 കേസുകളാണ് കമ്മീഷന്റെ പരിഗണനയ്ക്ക് വന്നത്. 5 കേസുകളിൽ പോലീസ് റിപ്പോർട്ടും 3 കേസുകളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. 27 കേസുകൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാനായി മാറ്റിവെച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ TS സജിത, S ഇന്ദുമേനോൻ, കൗൺസിലർ മാല രമണൻ, വനിതാ സെൽ ഓഫീസർ മിനിമോൾ എന്നിവരും പരാതികൾ കേട്ടു. ദേശീയപാത മണലി പാലത്തിന് സമീപം നിർത്തിയിട്ട മിനി ലോറിക്ക് പിറകിൽ ടോറസ് ഇടിച്ച് അപകടം. ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് നിർത്തിയിട്ട വൈക്കോൽ കയറ്റിയ മിൻലോറിയിലാണ് ടോറസ് വന്നിടിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയുടെ ഒരു ഭാഗത്ത് 3 മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ടോറസ് ലോറി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്നതോടെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു.
അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പടർന്നു. ഇതോടെ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മൾട്ടി ആക്സിൽ ടോറസ് ലോറി ദേശീയപാതയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയത്. അപകടത്തിൽ ഇരുമ്പ് കൊണ്ടുള്ള വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതോടെ മേഖലയിൽ വൈദ്യുതി കേബിൾ ബന്ധവും താറുമാറായി. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. 2023 മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആറാട്ടുപുഴ കലാപ്രവാഹിനി പബ്ലിക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ആറാട്ടുപുഴ ശ്രീ മുരളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്നേഹാദരവ് കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ജയരാജ് വാര്യർ, അഷ്ടമൂർത്തി, പ്രിയനന്ദനൻ, PK ഭരതൻ മാസ്റ്റർ, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M മനോജ്, പഞ്ചായത്ത് അംഗം K രവീന്ദ്രനാഥ്, പെരുവനം സതീശന്മാരാർ തുടങ്ങിയ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ സംസാരിച്ചു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹായജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നാടിന്റെ ക്ഷേമ ഐശ്വര്യത്തിനും ഭക്തജന കൂട്ടായ്മയ്ക്കുമായി നടക്കുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന് ചൊവ്വാഴ്ച സമാരംഭം കുറിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പൂലാനി ഉപാസന നാരായണീയ ഭക്ത സംഘത്തിന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിമാർ സമീപത്തെ പൊതുക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ ആദരിച്ചു. ഗുരുദക്ഷിണ ചടങ്ങുകൾക്ക് ഡോക്ടർ TS വിജയൻ തന്ത്രി ഗുരുപദം നേതൃത്വം നൽകി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരുന്നു. രണ്ടാം ദിവസമായ ബുധനാഴ്ച രാവിലെ പതിവ് പോലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം അന്നനാട് ബാലശാസ്ത്ര നാരായണീയ സമിതി, മുരിങ്ങൂർ നരസിംഹമൂർത്തി നാരായണീയ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ. തുടർന്ന് ചാലക്കുടി മുരളി മാസ്റ്ററുടെ പ്രഭാഷണത്തിന് ശേഷം പ്രൽസജ്ജയുടെ നേതൃത്വത്തിൽ മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ കലാസന്ധ്യ ഉണ്ടായിരിക്കും. മൂന്നാം ദിവസം വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ചീനിക്കൽ നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നാരായണീയ പാരായണം. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മുൻ ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം കലാമണ്ഡലം കാർത്തികേയൻ്റെ സംഗീത കച്ചേരി. നാലാം ദിവസം വെള്ളിയാഴ്ച ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ ശ്രീ ചീനിക്കൽ ദേവി ഭാഗവത സമിതിയുടെ ദേവഭാഗവത പാരായണത്തിന് ശേഷം വൈകിട്ട് 5 മണിക്ക് വിശിഷ്ട വ്യക്തികളെ ക്ഷേത്ര കവാടത്തിൽ നിന്നും താളമേള ഘോഷത്തോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കുന്നു. തുടർന്ന് ദീപാരാധനയെ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് KN വിശാലാക്ഷൻ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ശിവഗിരിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപം പ്രമുഖ സംഗീത സംവിധായകൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്ര ദീപപ്രകാശനം നിർവഹിക്കും. ജ്യോതിഷ പണ്ഡിതൻ സുഭാഷ് ചെറുകുന്ന് ആമുഖ പ്രഭാഷണം നടത്തും. പ്രമുഖ വ്യവസായി മുംബൈ മണി, ക്ഷേത്രം സ്ഥപതി ദേവദാസ് ആചാര്യ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത MS തുടങ്ങിയവർ സംസാരിക്കും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ സരിത അയ്യരുടെ പ്രഭാഷണവും അന്നദാനവും ഉണ്ടായിരിക്കും. 5-ാം ദിവസം രാവിലെ 6 മണിക്ക് യജ്ഞാചാര്യൻ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിനെ ആചാരപൂർവ്വം യജ്ഞശാലയിലേക്ക് ആനയിച്ച ശേഷം ആചാര്യഭരണം, ഗണപതി ഹോമം, നവഗ്രഹ പൂജ, രുദ്രഹോമം, പൂർണാഹുതി, വൈകിട്ട് കന്യകാപൂജ, സുവാസിനി പൂജ തുടങ്ങിയ ചടങ്ങുകളും അന്നദാനവും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ചയാണ് നവചണ്ഡിക മഹായജ്ഞം. അത്യപൂർവമായി നടത്തപ്പെടുന്ന യജ്ഞം രാവിലെ 8:30 ആരംഭിക്കും. ക്ഷേത്രത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 11:30 പൂർണാഹുതി, 12 മണിക്ക് സമർപ്പണം, ആചാര്യദക്ഷിണ, പ്രസാദ വിതരണം, അന്നദാനത്തോടെ യജ്ഞത്തിന് സമാപനം കുറിക്കും. യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള നവചണ്ഡിക ഹോമവും കുങ്കുമാർച്ചനയും വഴിപാടായി നടത്തുവാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യജ്ഞത്തിൻ്റെ ഭാഗമായുള്ള വഴിപാടുകൾ നടത്തുവാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 9061922255. ക്ഷേത്രത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KN വിശാലാക്ഷൻ, സെക്രട്ടറി ഗോപി കണ്ടരുമഠത്തിൽ, ഖജാൻജി ശെൽവൻ പണിക്കശ്ശേരി, ജനറൽ കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര, മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത്, സെക്രട്ടറി ബിന്ദു ജിതേഷ്, വൈസ് പ്രസിഡന്റ് PD വിശ്വനാഥൻ, ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 എന്നീ തീയതികളിൽ നവചണ്ഡിക ഹോമം നടത്തപ്പെടുന്നു.
ഓഗസ്റ്റ് 27 മുതൽ ഇവിടുത്തെ ചണ്ഡിക ഹോമത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തപ്പെടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലുകളിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ്. ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ്. ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങളെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. കോടതി തീരുമാനിക്കും. ആടുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ. സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? ചോദിക്കും. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും. പ്ലീസ്, ഇതൊരു വ്യക്തിപരമായിട്ട് ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു ചിന്തയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു വലിയ സംവിധാനത്തിൽ തകിടം മറിഞ്ഞാണ്. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതി തീരുമാനമെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6699 രൂപ, പവന് 53,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹാരിസൺ മലയാളം കുണ്ടായി ഓഫീസിലേക്ക് SYS മറ്റത്തൂർ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. ഒലിമ പുതുക്കാടിന്റെ ഭാഗമായി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമലയിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക മഹായജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച ഗായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ആറാട്ടുപുഴ കലാപ്രവാഹിനി പബ്ലിക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.